ഹായ് ഫ്രണ്ട്സ്, ഇപ്പോഴും മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പഴംപൊരി വെറൈറ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി തയ്യാറാക്കിയ ബാറ്ററാണിത്. അപ്പോൾ ഈ ബാറ്റർ ബാലൻസ് വന്നത് വെച്ചിട്ട് നമുക്ക് നെയ്യപ്പം തയ്യാറാക്കാം. അത് ഒരു അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതിനകത്ത് വേറെ കൂടുതലൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഞാനിതിലേക്ക് ശർക്കരപ്പാനി, ഞാൻ ഓൾറെഡി ശർക്കരപ്പാനി നല്ല തിക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല രീതിയിൽ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ശർക്കരപ്പാനി, പിന്നെ ചോറ് 3/4 കപ്പോളം ഞാൻ ചോറെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ചോറൊന്ന് അരയ്ക്കണം. അതിന് പുറമെ ഞാനിവിടെ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ ഈ ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കണം. നമ്മൾ ഇന്നലെ ഈ ബാറ്റർ തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. മൈദാമാവ് ഞാൻ 1/4 കപ്പോളം മൈദാമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. മൈദാമാവ് 2 ടേബിൾ സ്പൂൺ ദോശമാവ്, ഇഡലിയുടെയോ ദോശയുടെയോ മാവ് അരച്ചത്, അത് 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ, ഉപ്പ്, മധുരത്തിന് പഞ്ചസാരയും ചേർത്ത് ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും പഴംപൊരിയുടേത്. അപ്പം ഈ ബാറ്ററിലേക്ക് നമുക്ക് ആദ്യം ചോറൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ചോറ് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരഞ്ഞു വരാനായിട്ട് ഞാൻ കുറച്ച് ശർക്കര പാനി കൂടി ഒഴിച്ചാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് അത് എത്രയാണോ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അതനുസരിച്ച്, നിങ്ങളുടെ മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ശർക്കരപ്പാനി ചേർക്കുക. ഇപ്പോൾ നമുക്കിത് അരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ശർക്കരപ്പാനി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ബാറ്റർ ആക്കിയതിന് ശേഷം മധുരം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ചോറ് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താണ്. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഒരു 1 തൊട്ട് 1.5 വരെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.25 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി ഒഴിച്ച് ഒന്നുകൂടി 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കാര്യം ചോറ് നന്നായിട്ട് അരഞ്ഞു വരാനായിട്ടാണ്. ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പഴംപൊരിയുടെ ബാറ്റർ, ആ മിക്സിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴംപൊരിയുടെ ബാറ്ററിൻ്റെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ഇതിനൊപ്പം പഴംപൊരിയുടെ ആ ലിങ്ക് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഞാൻ ലിങ്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പം കുറച്ചും കൂടി ഒന്ന് ലൂസാകാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാറ്റർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം വറുത്ത തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ കൊത്തും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ തവി മാവ് വെച്ചിട്ട് നമുക്ക് ചീനിച്ചട്ടിയിൽ ഒഴിച്ചെടുക്കാം. ഒരു തവി മാവ് മാത്രം ഒഴിക്കുക. നമുക്കൊന്ന് തീയൊന്ന് കുറച്ച് കൊടുക്കാം. പൊങ്ങി വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. ഇതിപ്പം ചീനിച്ചട്ടിയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 വശവും നമുക്ക് സിമ്മിലിടുക എന്നല്ല, ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഉള്ളും കൂടി വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. 2 വശവും ഒരുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോൾ ഇത് ഒരുപാട് എണ്ണ വലിച്ച് കുടിക്കും. അപ്പോൾ അതൊന്ന് മാറാനായിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് വിടുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറുകയും നമുക്ക് അപ്പോഴും എടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ള ബാറ്റർ കൂടി, ബാക്കിയുള്ള ഈ മാവ് കൂടി നമുക്കിതുപോലെ ഓരോ തവി വീതം ഒഴിച്ച് എടുക്കാം. നമുക്ക് ഈസി ആയിട്ട്, ഞാൻ ഒന്നുകൂടി പറയണം, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. ചോറ് എന്തായാലും വീട്ടിൽ കാണും. പിന്നീട് ഇതുപോലെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ബാറ്റർ, ഇതിൻ്റെ മാവ്, പഴംപൊരിയുടെ മാവ് ബാലൻസ് വരികയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇട്ടപ്പോൾ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. വെറുതെ മാവ് വേസ്റ്റായി പോകത്തുമില്ല. ചോറും ഈ മാവും കൂടി വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നെയ്യപ്പം തയ്യാറാക്കാം. നമുക്കിതെല്ലാം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ എല്ലാ നെയ്യപ്പവും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് 2 പേർക്കായിട്ടുള്ള രീതിയിൽ പിന്നെ ആണിതിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചോറും ഇതുപോലെ, അഥവാ നമുക്ക് പഴംപൊരിയുടെ ബാറ്റർ തന്നെ വേണമെന്നില്ല, പഴംപൊരിയുടെ ബാറ്ററിന് പകരം ചോറ്, മൈദ ഇവയെല്ലാം ഈ നമുക്ക് ആ തയ്യാറാക്കിയ ആ ബാറ്റർ വെച്ച് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.